കൂട്ടുകാരെ, പഞ്ചാഗ്നി ഒരു കിടിലൻ പ്രൊമോ. അതേ പ്രേക്ഷകരെ, നമ്മുടെ അമൃതയുടെ വിവാഹത്തിന് ഇനി വെറും മണിക്കൂറുകൾ മാത്രം. ആരാകും നമ്മുടെ അമൃതയുടെ കഴുത്തിൽ താലി കെട്ടുന്നത്? നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടം അഭിമന്യു താലി കെട്ടാനാണ്. അത് നടക്കുമോ ഇല്ലയോ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ അമൃതയുടെ സഹോദരിമാർ നമ്മുടെ സുമേഷിനെ കണ്ട് സത്യങ്ങൾ തിരക്കുന്നതാണ്. നമ്മുടെ അമൃതയുടെ മനസ്സിൽ ഞങ്ങളെ ഒഴിവാക്കണമെന്നുണ്ടോ സുമേഷ് ഏട്ടാ, അങ്ങനെയൊക്കെ തന്നെയാണോ എന്നൊക്കെ നമ്മുടെ സുമേഷിൻ്റെ അടുത്ത് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുമേഷ് പറയുന്നുണ്ട് അവളുടെ ഉള്ളിൽ അതാണ് ആഗ്രഹം, നിങ്ങളെ ഒഴിവാക്കണം എന്നുള്ളൊരു തന്നെയാണ് അവളുടെ ആഗ്രഹമെന്ന് നമ്മുടെ സുമേഷ് പറയുന്നുണ്ട്. എന്തൊരു സഹോദരിമാരാണ്! ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയെ മനസ്സിലാക്കാൻ പോലും ഇത്രയും നാളായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ ഭൂലോക തോൽവി തന്നെയാണ് കേട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ അഭിമന്യുവിൻ്റെ അമ്മ വന്ന് അമൃതയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിന്നോട് ഒരിക്കലും എൻ്റെ മകന് സ്നേഹം വന്നു പോയി എന്ന് കരുതി നീ ഒരു ഒഴിയാബാധയായി മാറരുത് എൻ്റെ മകന് എന്ന് നമ്മുടെ അഭിമന്യുവിൻ്റെ അമ്മ തീർത്തും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അമൃത കല്യാണത്തിനൊക്കെ ഒരുങ്ങി ഇറങ്ങുന്നൊരു രംഗം തന്നെയാണ്. ആരാകും നമ്മുടെ അമൃതയുടെ കാര്യത്തിൽ താലി കെട്ടാൻ പോകുന്നത്? അമൃതയുടെ കല്യാണത്തിന് ഇനി വെറും മണിക്കൂറുകൾ മാത്രം. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. ആരാകും നമ്മുടെ അമൃതയുടെ കഴുത്തിൽ താലി ചാർത്തുന്നത്? അപ്പുറത്താണെങ്കിൽ ദിവ്യപ്രഭ കല്യാണത്തിൽ നിന്നും ഒഴിയുമെന്നായിരുന്നു നമ്മളുടെയൊക്കെ ആ ഒരു എന്താ പറയുക, നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് നമ്മുടെ അമൃതയും അഭിമന്യുവിനെയും ഒരുമിച്ച് കാണുമ്പോൾ. പക്ഷേ ദിവ്യപ്രഭ പറയുന്നുണ്ട് ഇല്ല, ഈ കല്യാണം നടക്കണം, അതിൽ കഴിഞ്ഞ് ബാക്കി നോക്കാം എന്ന് നമ്മുടെ ദിവ്യപ്രഭയും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു എന്താ പറയുക, യുദ്ധത്തിനുള്ള ഒരു കൊടികയറ്റം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇനി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്താകും, എങ്ങനെയൊക്കെ തീരും, കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.